അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് പോകുന്ന റൂട്ടിലാണ് ഞാനുള്ളത്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് പോകുന്ന റൂട്ടിൽ ആനമൂളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ചെക്ക് പോസ്റ്റ്, ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പല ആൾക്കാരും പാലക്കാട് ചുരം അല്ലെങ്കിൽ സൈലൻറ്റ് വാലിയൊക്കെ പോയിട്ടുണ്ടാവും. എൻ്റെ പാലക്കാടൻ യാത്രാ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോ കാണാം. ആനമൂളിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് പോകുന്ന റൂട്ടിലത്തെ ഒരു ഹെയർ പെന്നാണ് ഇതുള്ളത്. ഈ ഹെയർ പെന്നിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇത് കണ്ടോ, മുകളിലൊരു കൂറ്റൻ പാറ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് 30 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡുണ്ട്. ആ ബോർഡ് ഒരു ഈ ഹെയർ പെന്നിൻ്റെ അടുത്താണ് ആ ബോർഡ് വരുന്നത്. ആ ബോർഡ് വരുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ നമുക്ക് പാറ കാണാൻ വേണ്ടി പറ്റും. ഇതെത്ര വലിയ പാറയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ എന്നാലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. എന്താണ്ട് ഒരു കുരങ്ങൻ അവിടെ വന്നിരിപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ സൈഡാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒന്നാണ്. ഇത് അതിലെ കൂടെ നടപ്പുണ്ട് കേട്ടോ. ഇത് 2-3 കുരങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒത്തൊരു ഹെയർ പിൻ കർവാണ് ഇത്. അതായത് നേരത്തെ ഇവിടുന്ന് വണ്ടിയൊക്കെ ആണെങ്കിൽ വലിയ ബസ്സുകളൊക്കെ വരുമ്പോൾ റിവേഴ്സ് എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു ഹെയർ പിൻ കർവ് തന്നെയാണിത്. ആൾക്കാരെല്ലാം ഇവിടെ സൈഡിൽ നിർത്തി ഫോട്ടോ എല്ലാം എടുത്തുന്നു, അതുപോലെ വീഡിയോ എല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. വനം വകുപ്പിൻ്റെ ശുദ്ധമായ കാട്ടുതേൻ കുന്തിരിക്കം അട്ടപ്പാടി റാഗി സൈലൻറ്റ് വാലി വനവികസന ഏജൻസിയുടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹെയർ പിൻ കർവിൽ ഒരു സ്നാക്ക് ബാർ പോലൊരു വണ്ടിയിൽ വിൽക്കുന്ന ഒരു കടയുമുണ്ട്. ഇത് നമ്മുടെ വണ്ടിയിൽ ഇതാണ്ട് ഒരു കുരങ്ങൻ വന്ന് കയറിയിരിപ്പുണ്ട്. അയനയുടെ സൈഡിൽ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. നമ്മുടെ വണ്ടിയുടെ സൈഡ് മിററിൽ ഒരു കുരങ്ങൻ വന്ന് കയറിയിരിപ്പുണ്ട്. ചാടിപ്പോയി. അങ്ങനെ മുക്കാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ വനശ്രീ ഇക്കോ സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ ഒരു വനം വന്യജീവി വകുപ്പിൻ്റെ ഒരു വണ്ടിയുണ്ട്. അപ്പം അതുപോലെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിലേക്ക് സ്വാഗതം 23 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന റോഡിൽ നിന്ന്
ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ സൈലൻറ്റ് വാലിക്കുള്ള റൂട്ടാണ്. 22 കിലോമീറ്ററാണ് പോകേണ്ടത്. അപ്പം നമുക്ക് അട്ടപ്പാടിക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോകുന്നു. അതാണ്ട് ആ ഫ്രണ്ടിലൊരു വലിയൊരു പാറ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പാറക്കെട്ടുകളെന്ന് തന്നെ പറയാം കേട്ടോ. എത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കിടക്കുന്ന പാറക്കെട്ടുകളാണ്. മണർകാടെന്ന് അട്ടപ്പാടിക്ക് പോകുന്ന റൂട്ടിൽ ചുരം കയറി വന്നു കഴിഞ്ഞിട്ട് മുക്കാളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്തിട്ടുണ്ട്. ഞാനൊരു റോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സൈലൻറ്റ് വാലിക്കാണ് പോകേണ്ടത്. അതുപോലെ തന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് വരുവാണെങ്കിൽ നമ്മൾ അട്ടപ്പാടിക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അട്ടപ്പാടിക്കാണ് പോകുന്നത്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.